30 വർഷമായി കോടീശ്വരിയായ കാമുകി മേരിയുടെ ആഡംബര വില്ലയിൽ ജാക്ക് സുഖിച്ച് ജീവിക്കുകയായിരുന്നു. എല്ലാ ദിവസവും മേരി ഉണരില്ലായിരുന്നെങ്കിൽ തനിക്കെല്ലാം സ്വന്തമാക്കാമായിരുന്നല്ലോ എന്ന് ജാക്ക് ആഗ്രഹിച്ചിരുന്നു. 5000 മീറ്റർ വിസ്തീർണമുള്ള ആ വില്ലയിൽ അയാൾ ഒരു രാജാവിനെപ്പോലെയാണ് കഴിഞ്ഞത്. ജോലിക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഇന്ന് അവരുടെ 30ാം വാർഷികമായിരുന്നു. മേരി ജാക്കിന് ഒരു വിലയേറിയ വാച്ച് സമ്മാനിച്ചു. തീയതി പോലും ഓർമ്മയില്ലാതിരുന്നിട്ടും ജാക്ക് വികാരാധീനനായി അഭിനയിച്ചു. മേരിക്കും ഒരു സമ്മാനം നൽകണമെന്ന് കരുതി ഒരു കാർ ഷോറൂമിൽ പോയെങ്കിലും മേരിക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലെന്നോർത്തു. ജാക്ക് വിഷമത്തോടെ പറഞ്ഞു, ഞാൻ നിനക്കൊരു കാർ തരാൻ ആഗ്രഹിച്ചിരുന്നു ബേബി, പക്ഷേ നിനക്കത് ഓടിക്കാൻ കഴിയില്ലല്ലോ. മേരി അത് വിശ്വസിച്ച് അതേ കാർ വാങ്ങി ജാക്കിന് സമ്മാനിച്ചു. ജാക്കിന്റെ ഭാഗ്യം വീണ്ടും തെളിഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അതേ മോഡലിലുള്ള ഒരു കാർ ഗേറ്റിൽ കണ്ടു. അകത്ത് കാർ സെയിൽസ്മാനായ പുതിയൊരാൾ മേരിയുടെ കൂടെ വില്ലയിലേക്ക് താമസം മാറ്റിയിരുന്നു. കോപം പൂണ്ട ജാക്കിനെ മേരി പുറത്താക്കി. സമ്പന്നയായ ഒരു സ്ത്രീയുടെ കാമുകൻ എന്നതായിരുന്നു അവന്റെ ഏക അസ്തിത്വം. ഇപ്പോൾ അവന് കാറോ സ്ഥാനമോ പണമോ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല.